ഹായ്. അപ്പോൾ നമ്മൾ BEGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമയിലെ സെക്കൻഡ് ബ്ലോക്കിലെ കണക്കാണ്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നോർവീജിയൻ പ്ലേ ആയിട്ടുള്ള ഗോസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൽ ഈ മോഡേൺ യൂറോപ്യൻ ഡ്രാമ എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ തന്നെ വ്യത്യസ്ത ലാംഗ്വേജിലുള്ള പ്ലേയേഴ്സാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു ഏർലി 20th സെഞ്ച്വറിയിൽ ആണ് ഇത് കൂടുതലും എല്ലാതും വന്നിട്ടുള്ളത്. അതാണ് മോഡേൺ യൂറോപ്യൻ ഡ്രാമ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബ്ലോക്കായ ബ്രെറ്റ്ലറ്റ് ബ്രെച്ചിൻ്റെ ദ ഗുഡ് വുമൺ ഓഫ് സെച്വാൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1898 മുതൽ 1956 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ പ്ലേ റൈറ്റാണ്. അദ്ദേഹം സോഷ്യലിസത്തിനോട് അട്രാക്ട് ചെയ്തിരുന്ന ഒരാളാണ്. അതേപോലെ കാൾ മാക്സിൻ്റെ ഫിലോസഫിയിൽ അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസം കൊണ്ടു നടന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ഓർഡിനറി പീപ്പിളിൻ്റെ, അതായത് കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സ്ട്രഗിൾസ്, ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ എപ്പോഴും അക്നോളജ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പോയംസും ഫിക്ഷൻസും അതേപോലെ തിയേറ്ററിക്കൽ വർക്ക്സൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബാൽ, ഡ്രംസ് ഇൻ ദ നൈറ്റ്, അതേപോലെ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്ലേകളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് വേൾഡ് വാർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ക്രുവാലിറ്റിയുടെയും ഗ്രീഡിൻ്റെയും വയലൻസിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആണെന്നും, അതേപോലെ എപ്പോഴും ഈ ക്ലാസ് സ്ട്രഗിൾസ്, റിച്ചും പൂവറും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് വളരെയധികം നമുക്കറിയാം കമ്മ്യൂണിസത്തിൻ്റെ അവരുടെ ഒരു മൈൻഡിൽ അങ്ങനെയാണ്. അതായത് റിച്ചും പൂവറും തമ്മിലുള്ള ഒരു ക്ലാസ്, അവരുടെ തമ്മിലുള്ള ഒരു ഇനിക്വാലിറ്റി, ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം വറീഡായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊക്കെ എപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഏർലി 20th സെഞ്ച്വറിയിൽ ഒരു തിയേറ്ററിക്കൽ മൂവ്മെൻ്റ് ആണ് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്പിക് തിയേറ്റർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിൽ നിന്നൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അങ്ങനെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് പൊളിറ്റിക്കലി ഒക്കെ ട്രിഗേർഡ് ആകുന്ന, പ്രൊവോക്കഡ് ആകുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ആയിരുന്നു അദ്ദേഹം എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇങ്ങനെ ചേഞ്ചസ് വേണം എന്ന രീതിയിലാണ് അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ടായിരുന്നതൊക്കെ. പിന്നെ ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ക്യാരക്ടേഴ്സ് സ്റ്റേജിൽ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീക്വൻസ് അല്ലാതെ അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഈവൻറ്റ്സ് അതിന് മുമ്പിൽ ഉണ്ട്. അപ്പം അതിനെയൊക്കെ കൂടുതൽ റിയലൈസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രെറ്റ്ലറ്റ് ബ്രെച്ചിനെ കുറിച്ച് പറഞ്ഞത്. എപ്പിക് തിയേറ്റർ മൂവ്മെൻറ്റിന് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. പിന്നെ അദ്ദേഹം ഒരു ജർമ്മൻ പ്ലേ റൈറ്റ് ആണ്. അതേപോലെ അത്യാവശ്യം നല്ല മദർ കറേജ് ആൻഡ് ചിൽഡ്രൻ, ബാലതൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല തിയേറ്ററിക്കൽ വർക്ക്സ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ദ ഗുഡ് വുമൺ ഓഫ് സെച്വാനിൽ നമ്മൾ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഗുഡ് വുമണായിട്ട് നമ്മൾ ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള ഷിൻഡെ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ഷിൻഡെയും അതേപോലെ തന്നെ ഷുവാത്തയും, അത് രണ്ടുപേരും പ്രൊട്ടോഗണിസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രെച്ചിൻ്റെ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രത്തോളം റിയലിസ്റ്റിക് അല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ കൂടുതൽ റിയലിസ്റ്റിക് പ്ലേസ് എഴുതിയുന്ന ആൾക്കാരാണ്. ഇത് റിയലിസ്റ്റിക് അല്ല. അതേപോലെ ഏതെങ്കിലും നടന്ന സംഭവം ഒന്നും അല്ല ഇതിൽ വരുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ഈ സ്റ്റോറിയിൽ. അങ്ങനെ വെറുതെ പറഞ്ഞു പോലെ കുറച്ചൊരു ഇതിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഷിൻഡെ എന്ന് പറയുന്ന ഗുഡ് വുമൺ ആണെങ്കിലും ഷുവാറ്റ എന്ന് പറയുന്നത് ഷിൻഡയുടെ തന്നെ ഒരു അൾട്ടേർഡ് ഈഗോ. അതായത് ഇപ്പോൾ ഈ ഷിൻഡെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷെ അവൾ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വുമണാണ്. അപ്പോൾ അവർ പിന്നീട് പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ മതിയാക്കി ഒരു ബിസിനസ് തുടങ്ങുകയും അങ്ങനെ ആ ബിസിനസ് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ബിസിനസ് തുടങ്ങാൻ അവരെ തുടക്കത്തിൽ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്കാരൊക്കെ അതായത് ഇവരുടെ ബിസിനസ് നല്ലൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ ഇനി ഞങ്ങളെ നോക്കേണ്ട ബാധ്യത ഇവൾക്കാണെന്നുള്ള രീതിയിൽ ഇവരെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡായി എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഷിൻഡയ്ക്ക് മനസ്സിലായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. കാരണം അവർ പറഞ്ഞില്ല, കൈൻഡ് ആൻഡ് ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വുമണാണ്. അപ്പോൾ ഇമോഷണലി അങ്ങനെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഇവർ സ്വയം കണ്ടെത്തിയ ഒരു ക്യാരക്ടറാണ് ഷുവാറ്റ. അതായത് ഇപ്പം എനിക്ക് ക്യാഷ്യർ എന്നാണ് ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയ്യോ അത് എൻ്റെ റൂഡായിട്ടൊരു കസിനുണ്ട് ഷുവാറ്റ, അവളെല്ലാം മേടിച്ചുകൊണ്ട് പോയി പറയും. അപ്പോൾ അവരെന്നെ അങ്ങനെ പറഞ്ഞ് മറ്റൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ ഒരാളില്ല, അവരെന്നെയാണത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഷുവാറ്റയും ഷിൻഡയും ഒരാൾ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട ഒരു ക്യാരക്ടറാണ് ഈ ഷുവാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഷുവാറ്റ കുറച്ച് റൂഡായിട്ടുള്ള ആളാണ്, തന്നെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുന്നു, തൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലാണ് എന്ന രീതിയിലാണ് അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ചിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഷൂഫു എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. അയാളൊരു ബാർബറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഷിൻഡേനെ വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഷിൻഡെ ഒരിക്കലും ഷൂഫുവിൽ നിന്ന് പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും ഷൂഫു അവളെ ഇഷ്ടപ്പെടുന്നത് ഒരു റൊമാൻറ്റിക് രീതിയിലാണ് എന്നുള്ളതിനെ അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ ഒരിക്കലും ഷൂഫുവിനെ കാണാൻ ഷുവാറ്റക്ക് അല്ലെങ്കിൽ ഷിൻഡയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യങ്സൺ ആണ് നമ്മുടെ ഷിൻഡേൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരുന്നത്. പക്ഷേ യങ്സൺ എന്ന് പറയുന്നത് ഷിൻഡേൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അടിച്ചു മാറ്റി പൈലറ്റ് ആവാൻ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ യങ്സൺ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറാണെന്നും തൻ്റെ ക്യാഷിന് വേണ്ടിയാണ് പിറകെ നടക്കുന്നത് എന്നുള്ളതും ഷിൻഡയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും അവൾ യങ്സനെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത്. അവൾക്ക് യങ്സൻ്റെ കയ്യിൽ നിന്ന് ഉള്ള സ്നേഹം, യങ്സനെ ഏത് രീതിയിൽ സഹായിക്കാനും അവൾ ഒരുക്കായിരുന്നു. അപ്പോൾ അതാണ് യങ്സനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവൻ്റെ അംബീഷൻസിൻ്റെ കൂടെ നിൽക്കാൻ അവൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവളെ തൻ്റെ അംബീഷൻ സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വോങ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതാണ് ഒന്നും കൂടി പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്. വോങ് എന്ന് പറയുന്നത് പച്ചവെള്ളം വിൽക്കുന്ന ഒരാളാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് സെച്ചുവാൻ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ ഡ്രൗട്ടൊക്കെ വരും. അപ്പം അത് ഒരു പുകമറയാക്കിയിട്ട് അതിനെ മുതലെടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതായത് വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്കറിയാലോ. അപ്പോൾ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അത് ഇല്ലാത്ത സമയത്ത് വലിയ വില കൊടുത്ത് ആൾക്കാർക്ക് വിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് വോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ലെറ്റ്സ് മൂവ് ടു അവർ സമ്മറി. അപ്പോൾ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സിനെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ സമ്മറിലോട്ട് പോകുമ്പോൾ അതിലും കുറച്ച് ക്യാരക്ടേഴ്സ് വരും. അതായത് 3 ഗോഡുകൾ ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഇത് റിയലിസ്റ്റിക് സ്റ്റോറി അല്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഗോഡ്, സെക്കൻഡ് ഗോഡ്, തേർഡ് ഗോഡ്, അങ്ങനെ 3 ഗോഡുകൾ വരുന്നുണ്ട്. അതേപോലെ ഒരു അൺഎംപ്ലോയിഡ് മാൻ വരുന്നുണ്ട്. പിന്നെ ഒരു കാർപ്പൻ്റർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിസ്സിസ് ഷൈൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു മിസ്സിസ് മിഡ്സു എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോറി സമ്മറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സെച്ചുവാൻ വില്ലേജിൽ ഞാൻ പറഞ്ഞു വാട്ടർ സെയിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ആളാണ് വോങ്. അപ്പോൾ ഈ ഒരു ഡ്രൗട്ടൊക്കെ വരുമ്പോൾ അദ്ദേഹം അതിനധികം മുതലെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വോങ് 3 ഗോഡ്സ് അവരുടെ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചും കുറിച്ചൊക്കെ വോങ്ങിന് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പോൾ വോങ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഗോഡുകൾ വരികയാണ് വില്ലേജിലേക്ക്. അവർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യനെ ഈ ഭൂമുഖത്ത് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലോകത്തെ എല്ലായിടത്തും പോയിട്ടും നല്ലൊരു മനുഷ്യനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ലോകം മൊത്തം റിക്രിയേറ്റ് ചെയ്യണം എന്നൊരു ചിന്തയോട് കൂടിയാണ് അവർ കടന്നു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഡിസ്ഗൈസ്ഡ് ആയിട്ട്, അതായത് വേഷമൊക്കെ മാറിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ
വോങ് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് ഇത് ഗോഡുകളാണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഗോഡുകൾക്ക് വേണ്ടിയിട്ട് വോങ് ഓരോ വീടുകളിലും അക്കോമഡേഷൻ റെഡിയാക്കാൻ വേണ്ടി നോക്കുകയാണ്. ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോഡിന് വേണ്ടിയിട്ട് ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്ന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ അവസാനം നമ്മുടെ പ്രൊട്ടോഗണിസ്റ്റായ ഷിൻഡയാണ് അതിന് അവർക്കൊരു അക്കോമഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷിൻഡെ നിലവിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ 3 ഗോഡുകൾക്കും ഷിൻഡേൻ്റെ ആ ഒരു നല്ല മനസ്സിന് ഒരു ഗുഡ് വുമണിനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ള അവർക്ക് സന്തോഷമുണ്ട്. അതേപോലെ ആ ഒരു നല്ല മനസ്സിന് താങ്ക്ഫുള്ളായിട്ട് 3ാമത്തെ ഗോഡ് എന്ത് ചെയ്യും, ഷിൻഡേക്ക് ഒരു സിൽവർ കോയിൻസ് കൊടുക്കും, 1000 സിൽവർ കോയിൻസ് കൊടുക്കും. ആ സിൽവർ കോയിൻസ് വെച്ചുകൊണ്ട് ടൊബാക്കോ ഷോപ്പ് തുടങ്ങുകയാണ്. ഷിൻഡെ അങ്ങനെ പ്രൊസ്റ്റിറ്റ്യൂഷനൊക്കെ മതിയാക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് വെൽത്ത് അവർ നേടുകയാണ്. അപ്പോൾ ഇത് ഈ വില്ലേജിൽ അതിൻ്റെ ആ ഒരു ന്യൂസ് വല്ലാതെ പടർന്നു. അപ്പോൾ ഒന്നുമല്ലാതെ ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ നല്ലൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് കുറേ പേർക്കൊരു ജലസ് ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു ക്യാരക്ടർ വരികയാണ് കേട്ടോ, മിസ്സിസ് ഷൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അവരൊരു ഫോമർ പ്രോപ്പർട്ടിയർ ഓഫ് ദ ഷിൻഡേസിൻ്റെ ഷോപ്പിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഫോമർ പ്രോപ്പർട്ടറാണ്. അവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഷിൻഡെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു എമൗണ്ട് അവർ ഡിമാൻഡ് ചെയ്യാണ്, ഡെയിലി അവരുടെ ഫാമിലിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇതിനൊന്നും എതിർക്കാൻ നമ്മുടെ ഷിൻഡേക്ക് പറ്റുന്നില്ല. അങ്ങനെ മാത്രമല്ല അവസാനം ഈ ഷിൻഡേക്ക് ഒരു അബദ്ധം പറ്റും ചെയ്യുന്നുണ്ട്. അതായത് ഷുവാറ്റ എന്ന് പറയുന്ന ഒരു ആൾട്ടേർഡ് ഈഗോനെ ഇവളെന്നെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ തന്നെ സ്വയം മറ്റുള്ള എല്ലാവിധ നീചശക്തികളിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ആൾട്ടേർഡ് ഈഗോ ഉണ്ടല്ലോ ഷുവാറ്റ എന്ന് പറയുന്ന, അപ്പോൾ തന്നെ ഒരു പ്രതിരൂപം. അപ്പോൾ അതിനെക്കുറിച്ച് മിസ്സിസ് ഷൈനോട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് വലിയൊരു, അതായത് നമ്മളുടെ രഹസ്യം വേറൊരാളോട് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നാളെ നമുക്ക് തന്നെ പറയാവുന്ന ഒരാളെയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സത്യത്തിൽ. അപ്പം അങ്ങനെയാണ് ഇവിടെ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് വലിയൊരു അബ്സൈഡിറ്റി ആയിട്ട് പിന്നീട് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് കാർപ്പൻ്റർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ അവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഷോപ്പാണല്ലോ, ആ ഷോപ്പിനൊരു ഷെൽഫ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാർപ്പൻ്ററിനെ നമ്മുടെ ഷിൻഡെ വിളിക്കുന്നത്. പക്ഷെ വലിയൊരു എമൗണ്ടാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഷിൻഡേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു അൺഎംപ്ലോയിഡ് മാൻ വരുന്നുണ്ട്. അതേപോലെ ആ അൺഎംപ്ലോയിഡ് മാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണിയും പ്രാരാബ്ദമൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടൊബാക്കോസ് ഒക്കെ വാങ്ങിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അയാളും ഇവരുടെ ഈ ഒരു ഗുഡ് ഹാർട്ടിനെ എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫാമിലി നമ്മളൊരു 8 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഷിൻഡെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഷെൽട്ടർ കൊടുത്ത ഫാമിലി. അപ്പോൾ ഇവൾ നല്ല രീതിയിലാക്കിയപ്പോൾ ഇനി അവളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങളെയൊക്കെ നോക്കല് എന്നുള്ള രീതിയിൽ ഈ ഫാമിലി ഇവളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിസ്സിസ് മിഡ്സു എന്ന് പറയുന്ന ഒരു ലാൻഡ് ലേഡി ഉണ്ട്. അവർ എന്ത് ചെയ്യും, ഒരു ഹൈ എമൗണ്ടാണ് ഇവർക്ക് താമസിക്കാനുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അതേപോലെ 6 months അഡ്വാൻസ് റെൻ്റ് ആവശ്യപ്പെടും. അപ്പോൾ അതേപോലെ ഒരു മെയിൽ പ്രിഫറൻസ് വേണം. അതായത് ഈ സ്ഥലം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ജാമ്യക്കാരനായങ്ങാണ്ട് ഒരു മെയിൽ വേണമെന്ന് പറയുമ്പോൾ ഷൂഫ് എന്ന് പറയുന്ന ബാർബർ, ശരിക്കും നമ്മുടെ ഷിൻഡേനെ ഇഷ്ടപ്പെടുന്ന ബാർബർ വന്നിട്ടാണ് ജാമ്യം നിന്ന് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർക്കത് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ഗ്രീഡുള്ളൊരു സ്ത്രീ ആയിട്ടാണ് മിസ്സിസ് മിഡ്സുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഷുവാറ്റ എന്ന് പറയുന്ന ആ ഒരു മെയിൽ ഈഗോ, അവരെ ഷിൻഡെ മറ്റുള്ളവർക്കൊക്കെ അവളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബിസിനസ് മാനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ, അതായത് ടൊബാക്കോ ഷോപ്പിലെ ഫസ്റ്റത്തെ ആ ഒരു
ദിവസം അവസാനിച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി, അതായത് ഇങ്ങനെ എല്ലാവരും പല രീതിയിൽ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളത് മനസ്സിലായി. അതേപോലെ നല്ല ഒരു ഹേർട്ടുള്ള ഒരു മനുഷ്യനെ ഒരു ലൈഫ് ബോട്ടാക്കി ക്ലിങ് ചെയ്ത് ജീവിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അതേപോലെ ഈ കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് നമ്മുടെ ഗോഡ്സ് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ ഷിൻഡെ എന്ന് പറയുന്നത്. അതേപോലെ വോങ് ഉണ്ടല്ലോ, നമ്മുടെ വാട്ടർ സെല്ലറിൻ്റെ ഡ്രീംസിൽ വന്നിട്ട് ഗോഡ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് ഇനി നമ്മുടെ ഷിൻഡേക്ക് നടക്കാൻ പോകുന്നത് പറഞ്ഞാണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇങ്ങനെ ഒരു തോട്ട്, അതായത് ഇങ്ങനെ പോയാൽ തൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാതും മറ്റുള്ളവർ കീഴടക്കും പിന്നെ എന്ന് മനസ്സിലാക്കിയ പിന്നെ ഷിൻഡെ ഷുവാറ്റ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ബിസിനസ് മാനെ കൊണ്ടുവരികയും അവരുടെ ഫാമിലി അവിടെ ഇവളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ഫാമിലിനെ പുറത്താക്കും. അതേപോലെ കാർപ്പൻ്റർ അത്രയും കാലം അവളെ ഷെൽഫ് കസ്റ്റമൈസ് ചെയ്തിരുന്ന ആ ഒരു കാർപ്പൻ്ററിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യും വന്നങ്ങാണ്ട്. അതേപോലെ ലാൻഡ് ലേഡീൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും, കാരണം ഇത്രയും എമൗണ്ട് പൈസ എന്തിനാണ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൾക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ ഷുവാറ്റ എന്ന് പറയുന്ന ആ ഒരു അവളുടെ ഒരു മറ്റൊരു അവളനെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമാജിനേറ്റീവ് ക്യാരക്ടറെ വെച്ചുകൊണ്ട് അവൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ അതെങ്ങനെ അങ്ങനെ ഒരാളുണ്ടാവോ, ഇത് രണ്ടും ഒന്നല്ലേ, എല്ലാവർക്കും മനസ്സിലാവൂലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ എന്താണ് ആക്സെപ്റ്റബിൾ അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അവൾ മനസ്സിലാക്കണം ഒരു വെൽത്തി മാൻ്റെ സപ്പോർട്ട് അവൾക്ക് ലൈഫിൽ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ഷുവാറ്റ തന്നെ ഷിൻഡേൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ഇങ്ങനെ മാരേജിന് താല്പര്യമുണ്ട് ഒരു വെൽത്തി മാനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ യങ്സണിനെയാണ് ഇവൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അയാളാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. അയാൾ ഒരു എന്താണ് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചൊക്കെ നടന്നിട്ട് ഒന്നും എന്താണ് അതിന് പണം കണ്ടെത്താൻ ഒന്നിനും കഴിയാതെ ലൈഫിൽ വളരെയധികം ഡിപ്രസ്ഡായി നടക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇവരെ കാണുന്നത്. അങ്ങനെ എന്താണ് യങ്സണിനെ ഇഷ്ടപ്പെടുകയും പിന്നെ എന്താണ് അവൻ ആഗ്രഹിച്ച ആ ഒരു അംബീഷനിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഷിൻഡെ. പക്ഷെ യങ്സണിനെ ആക്ച്വലി ഷിൻഡനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, വേറെ കാര്യം ഇവളുടെ പണം കണ്ടിട്ടുള്ള ഒരു ഇഷ്ടം മാത്രമാണ് അവനുണ്ടായിരുന്നത്. പിന്നെ ഷൂഫു ആണെങ്കിൽ അവളെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യാനും കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിൻഡെ ഒരിക്കലും അയാളുടെ അങ്ങനെയുള്ള ഒരു ഇമോഷൻസിനെ അക്നോളജ് ചെയ്യാനോ, കാരണം അവൾക്ക് ഓൾറെഡി താല്പര്യം യങ്സണിനോടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഷൂഫുവിൻ്റെ കയ്യിൽ നിന്ന് പല രീതിയിൽ വെൽത്തൊക്കെ ഷുവാറ്റ പല സമയത്തും ഇപ്പം ജാമ്യം നിൽക്കാനും ഒക്കെ ഷൂഫു ഉണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് താല്പര്യം യങ്സണിനോടാണ്. എന്നാൽ പോലും ഷിൻഡേനെ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ നമ്മുടെ ഷൂഫു തയ്യാറായിരുന്നു കേട്ടോ. പിന്നെ മിസ്സിസ് യാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അവർ നമ്മുടെ യങ്സണിൻ്റെ മദറാണ്. പിന്നെ അവർക്ക് ആകെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ ഗ്രോത്ത് മാത്രമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെ കരുവാക്കിയാലും വേണ്ടില്ല എന്നുള്ളൊരു ക്യാരക്ടറാണ് മിസ്സിസ് യാങ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ, നമ്മുടെ യങ്സണും ഷിൻഡെയും തമ്മിൽ കല്യാണം കഴിക്കാൻ അവർ അലോ ചെയ്യുകയും, പക്ഷെ ഒറ്റൊരു ഡിമാൻഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കസിൻ ആയിട്ടുള്ള ഷുവാറ്റയും കല്യാണത്തിന് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ, കാരണം രണ്ടുപേരും ഒരാളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ആ മാരേജ് ഒരു ദുരന്തമായി മാറുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വോങ്ങിനെ ഗോഡ് കണ്ടിന്യൂസ്ലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ സ്വപ്നങ്ങളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഷിൻഡേനെ കുറിച്ച് അവർ അന്വേഷിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ വോങ് റിപ്ലൈ പറയുന്നുണ്ട്, പിന്നെ അവൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഗോഡനെ റിപ്ലൈ ചെയ്യാണ്, ഈ ഹാർഡ്ഷിപ്സ് ഒക്കെ അവളെ സ്ട്രോങ് ആക്കാനും പെർഫെക്റ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ളതാണ്
സത്യത്തിൽ. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം വരികയാണ്. ഇതിൽ വലിയൊരു എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ഗോഡുകൾക്ക് അറിയില്ല ഷിൻഡെയും ഷുവാറ്റയും ഒന്നാണെന്നുള്ളത് കേട്ടോ. ആക്ച്വലി ഗോഡിന് അറിയില്ല, അതാണ് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മിസ്സിസ് ഷൈന് മാത്രമാണ് ആ ഒരു രഹസ്യം അറിയുന്നത്. അത് നമ്മുടെ ഇവള്, അതായത് ഷിൻഡേനെ പറഞ്ഞത് കൊണ്ടാണ് അത് അറിയുന്നത്. അപ്പോൾ മിസ്സിസ് ഷൈൻ എന്ത് ചെയ്യും, പിന്നെ മനസ്സിലാക്കും. പിന്നെ ഈ ഷിൻഡെ ഷുവാറ്റ ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കിക്കണല്ലോ. അപ്പോൾ ഷിൻഡെ ആണെങ്കിൽ ഈ സമയത്തിൽ ലവർനാൽ, അതായത് യങ്സണിന്റെ കുഞ്ഞിനെ ക്യാരി ചെയ്തു, പ്രഗ്നന്റ് ആയി. പിന്നെ മിസ്സിസ് ഷൈൻ റിപ്ലൈ ചെയ്യാണ്, പ്ലീസ് പുട്ട് ദിസ് ആസ് എ എന്താണ് കോൺഫിഡൻഷ്യൽ മാറ്റർ. ഇഫ് ദ ബാർബർ വുഡ് നോ അബൌട്ട് ദിസ് ദെൻ ഈ വുഡ് സ്റ്റോപ്പ് ആൾ ദ സപ്പോർട്ട്സ്. അപ്പോൾ പിന്നെ ഇത് നീ കല്യാണം കഴിച്ചതും അതേപോലെ നീ പ്രഗ്നൻ്റ് ആയതൊക്കെ ഒരു കോൺഫിഡൻഷ്യൽ ആക്കി വെച്ചോ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബാർബറായിട്ടുള്ള ഷൂഫും ഇതൊക്കെ അറിഞ്ഞാൽ നിനക്ക് തന്നെ സപ്പോർട്ടൊക്കെ നിർത്തും എന്നൊക്കെ പിന്നെ നമ്മുടെ ഷൈനർ എന്താണ് പറയുന്നുണ്ട് നമ്മുടെ ഷിൻഡേനോട്. പിന്നെ ഷിൻഡെ അപ്പോൾ ഒരു ഒളിവിൽ പോവുകയാണ്. പകരം ഷുവാറ്റ വന്നുങ്ങാണ്ട് ബിസിനസ്സൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ വില്ലേജേഴ്സ് എന്തായി, കംപ്ലൈൻറ്റ് ചെയ്തു. അതായത് ഷിൻഡേനെ കാണാനില്ല, ഇപ്പോൾ ഷുവാറ്റ മാത്രമാണുള്ളത്. അപ്പോൾ ഷുവാറ്റ ഷിൻഡേനെ എന്ത് ചെയ്തു എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അത് കേസായി. അങ്ങനെ കോടതിയിൽ എന്താണ് എല്ലാവരും ജഡ്ജിമെന്റ് ട്രയൽ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോഡും ജഡ്ജായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷുവാറ്റനെ സപ്പോർട്ട് ചെയ്ത് കുറേ വെൽത്തി പീപ്പിളൊക്കെ വരും. കാരണം ഷുവാറ്റ നല്ലൊരു അറോഗന്റ് രീതിയിലാണ് ആ ഒരു കട കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കുറേ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഷുവാറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വരും. അപ്പോൾ ഷിൻഡോനെ, അതായത് ഷിൻഡോ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു. അവർ എങ്ങനെയാണ് താഴെ നിന്ന് വളർന്നു വന്ന് ഇവിടെ എത്തിയത് എന്നൊക്കെ അറിയാവുന്ന പൂർ വില്ലേജേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും 2 ചേരികളിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ഷുവാറ്റയാണ് ഒന്നിൻ്റെ ലീഡർ, മറ്റേതിൻ്റെ ലീഡർ ഷിൻഡെയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ആളൊന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. പിന്നെ അപ്പോൾ ഷുവാറ്റ പറയാണ് ഷിൻഡെ ഇവിടെ ഉണ്ട്, അവളെ എല്ലാവരും യൂസ് ചെയ്ത് ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനെയാണ് പിന്നെ ജഡ്ജിനോട് കോൺഫിഡൻഷ്യലി എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഷുവാറ്റ കൺഫ്യസ് ചെയ്യാണ് അവൾ തന്നെയാണ് ഷിൻഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഗോഡ് വരെ ഷോക്കാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഷുവാറ്റ പറയാണ് ഗോഡിനോട്, ഒരു ഗുഡ് വുമണിന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കാൻ ഇവിടെ കഴിയില്ല. അപ്പോൾ അത് അവിടെ റിവീൽ ചെയ്യാണ്. അതായത് അങ്ങനെ ഒരാൾ ജീവിച്ചാൽ അയാളെ എങ്ങനെയെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പിന്നെ അത് അയാളുടെ തണല് പറ്റി ജീവിക്കാനോ ഏതെങ്കിലും രീതിയിൽ അയാളെ മിസ്യൂസ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ടൊരു ഗുഡ് വുമണിന് അങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗോഡ് പറയുന്നുണ്ട്, നീ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഗോഡ് മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, നീ മാത്രമാണ് നന്നായിട്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ഷിൻഡെയും ചോദിക്കുന്നുണ്ട്, വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഗോഡ് നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും തുടങ്ങിയ മോറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാനിഷ് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഓഡിയൻസിനോട് പറയാണ്, അതായത് നമ്മുടെ പ്ലേ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പറയാണ്, ഇറ്റ്സ് അപ് ടു യു ദ ഓഡിയൻസ്, യു ഹാവ് ടു ഡിസൈഡ്. അതായത് നിങ്ങൾക്ക് എന്ത് വേണം തീരുമാനിക്കാൻ. അതായത് ഷിൻഡെ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വിട്ടുകൊടുക്കുകയാണ്. എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതായത് റിയാലിറ്റിയിൽ ജീവിക്കാൻ ഷിൻഡയെ പോലെയുള്ള ഒരു ഗുഡ് വുമണിന് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഷുവാറ്റ എന്ന് പറയുന്ന ഒരു വേറൊരു പ്രതിരൂപത്തെ അവൾ സ്വയം സൃഷ്ടിച്ചത്. അപ്പോൾ അതിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലേയേ അല്ല, എന്താണ് പക്ഷെ നല്ലൊരു മോറൽ വാല്യൂ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു മോറലാണ്. അതായത് എന്നും എന്താ പറയുക, നമുക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇങ്ങനെ നല്ല ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. നല്ല അത്രയും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഏത് നാട്ടിലാണെങ്കിലും
അത് വലിയൊരു സത്യമാണ്. അപ്പോൾ ദിസ് ഈസ് ദ സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻസ് ആണ് എനിക്കുള്ളൊരു ഫ്യൂവൽ എന്ന് പറയുന്നത്. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.